നമസ്കാരം. തിരുപ്പതി ദർശനം എങ്ങനെ എളുപ്പത്തിൽ നടത്താം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും തിരക്ക് കൂടിയ ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം. മണിക്കൂറുകളും ദിവസങ്ങളും കാത്തിരുന്നാണ് ഭക്തർ തിരുപ്പതി ക്ഷേത്ര ദർശനം നടത്തുന്നത്. തിരുപ്പതി ദർശനം എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന 4 മാർഗങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമതായി, തിരുപ്പതി ദേവസ്ഥാനം വെബ്സൈറ്റിൽ ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ദർശനം നടത്താൻ സാധിക്കും. 300 രൂപയാണ് ടിക്കറ്റ് ചാർജ്. പക്ഷേ ഇത് 3 മാസം മുൻപേ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. തിരുപ്പതിയിൽ എളുപ്പത്തിൽ ദർശനം നടത്താൻ കഴിയുന്ന മറ്റ് 3 മാർഗങ്ങളെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി, തിരുപ്പതിയിൽ ഡെയിലി ഫ്രീ ദർശൻ ടിക്കറ്റ് കൊടുത്തു വരുന്നുണ്ട്. 3 സ്ഥലങ്ങളിലായാണ് ഈ ടിക്കറ്റ് ലഭിക്കുന്നത്. ഈ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. SSD ടോക്കൺ കൗണ്ടർ എന്നാണ് ഈ കൗണ്ടറുകൾക്ക് അറിയപ്പെടുന്നത്. ഇതിൽ ഒന്നാമതായി വിഷ്ണു നിവാസം. ഇത് തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ബിൽഡിങ്ങിലാണ് ഈ കൗണ്ടർ ഉള്ളത്. രണ്ടാമതായി ശ്രീനിവാസം കോംപ്ലക്സ്. ഇത് തിരുപ്പതി മെയിൻ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. മൂന്നാമതായി ഗോവിന്ദരാജ സത്രം. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷൻ്റെ പുറകുവശത്തായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ്. ഇവിടെ ശനി ഞായർ ദിവസങ്ങളിൽ 25,000 ടിക്കറ്റും മറ്റ് ദിവസങ്ങളിൽ 15,000 ടിക്കറ്റുമാണ് കൊടുക്കുന്നത്. എല്ലാ ദിവസവും രാവിലെ 3:30-ക്കാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത്. ഈ ടിക്കറ്റ് ലഭിക്കണമെങ്കിൽ രാവിലെ 2 മണി തൊട്ടെങ്കിലും ക്യൂവിൽ നിൽക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. കാരണം ടിക്കറ്റ് എടുക്കുവാൻ ഭയങ്കര തിരക്കായിരിക്കും. ഈ ടിക്കറ്റ് ലഭിക്കുവാൻ നിങ്ങളുടെ ആധാർ കാർഡ് നിർബന്ധമായും കൊണ്ടുപോകേണ്ടതാണ്. കൂടാതെ നിങ്ങളുടെ കൂടെ എത്ര ആൾക്കാരുണ്ടോ അത്രയും പേരും ക്യൂവിൽ നിൽക്കേണ്ടി വരും. ക്യൂവിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ടിക്കറ്റ് ലഭിക്കുകയുള്ളൂ. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പുണ്ട്. അവിടുന്ന് നിങ്ങൾക്ക് തിരുമലയിലേക്കുള്ള ബസ് ലഭിക്കും. ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തിരുമലയിലേക്ക് പോകാൻ സാധിക്കും. എല്ലാവർക്കും ഒരു ഡൗട്ട് വരാം, തിരുപ്പതിയും തിരുമലയും. തിരുപ്പതി എന്ന് പറഞ്ഞാൽ ഈ മലയുടെ അടിവാരമാണ്. അവിടെയാണ് ഈ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റോപ്പും ഒക്കെ ഉള്ളത്. തിരുമലയെന്ന് പറയുന്നത് ഈ മലയുടെ മുകൾ വശമാണ്. തിരുമലയിലാണ് വെങ്കടേശ്വര ക്ഷേത്രം ഉള്ളത്. ഇനി നമുക്ക് ദർശനത്തിനായുള്ള മറ്റു മാർഗങ്ങളെക്കുറിച്ച് നോക്കാം. ഇതിലാദ്യമായി, 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ 12 വയസ്സിന് താഴെയുള്ള മറ്റൊരു കുട്ടി, ഇത്രയും പേർക്കും ഫ്രീ ആയിട്ട് ദർശനം നടത്താൻ സാധിക്കും. ഇതിൻ്റെ സമയം ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. ഉച്ചയ്ക്ക് 12 മണി മുതൽ വൈകിട്ട് 6 മണി വരെ. സുപഥം എന്ന എൻട്രൻസിലൂടെയാണ് അകത്തേക്ക് പോകേണ്ടത്. സുപഥം. ഇതിനായി നിർബന്ധമായും കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് സമ്മറി, ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറി എന്നിവ കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ കൂടെ പോകുന്നവർ ആധാർ കാർഡും നിർബന്ധമായി കയ്യിൽ കരുതണം. 12 മാസത്തിനകത്തുള്ള കുഞ്ഞുങ്ങൾക്ക് മാത്രമേ ഈ പരിഗണന ലഭിക്കുകയുള്ളൂ. ഇനി ദർശനത്തിനായുള്ള അടുത്ത മാർഗം നോക്കുകയാണെങ്കിൽ, ഇതിനായി ക്ഷേത്രത്തിൽ ഡൊണേഷൻ നൽകേണ്ടതായിട്ടുണ്ട്. ഓൺലൈനായിട്ടാണ് ഈ ഡൊണേഷൻ ചെയ്യുന്നത്. 10,000 രൂപ ഡൊണേഷൻ നൽകിയാൽ ഒരാൾക്ക് ദർശനം നടത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.